നമസ്കാരം. സുവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണുകയും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. യാതൊരു നെഗറ്റീവ് കാര്യങ്ങളും പറയാതെ വളരെ പോസിറ്റീവായി സമൂഹത്തെ കുറേ അധികം ചിന്തിപ്പിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും കഴിയുന്ന പുതിയ പുതിയ വിഷയങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും അവതരിപ്പിക്കുന്ന വിഷയങ്ങളാകട്ടെ വായിച്ച അറിവ്, കിട്ടിയ അറിവ്, നേടിയ അനുഭവങ്ങൾ, മനസ്സിൻ്റെ അന്വേഷണങ്ങൾ, അങ്ങനെ ഒരു സാധകൻ്റെ ചിന്തയിലേക്ക് ഉയർന്നുകൊണ്ടുള്ള വളരെ ഗൗരവതരമായ ഒരുപാട് വിഷയങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഏറ്റവും ലളിതമായും സരസമായും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിക്കുന്ന കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരണം. മനസ്സൊരു മാന്ത്രിക ചെപ്പാണ്. മാന്ത്രിക ചെപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാണുന്നതിനെ ആകർഷിക്കുകയും കേൾക്കുന്നതിലേക്ക് പോവുകയും കിട്ടുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കണ്ടീഷൻ ചെയ്യപ്പെടുകയും ചെയ്യും. നിരന്തരം ഒരു കാര്യം ഒരാൾ ചെയ്യാൻ ശ്രമിച്ചാൽ, നിരന്തരം ഒരു കാര്യം കണ്ടാൽ, നിരന്തരം അടുത്തൊരു കാര്യം കിട്ടിയാൽ, അതായത് നമ്മുടെ സമീപത്ത് ഒരു കാര്യം കിട്ടിയാൽ, അല്ലെങ്കിൽ നമ്മൾ നിരന്തരം ഒരു കാര്യം കണ്ടാൽ, നിരന്തരം ആ ഒരു കാര്യം ഉപയോഗിച്ചാൽ, ഒരു കാര്യം കേട്ടാൽ അതിൽ അഡിക്റ്റാവും. അതിനകത്ത് ആധുനിക ശാസ്ത്രം പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ആധുനിക മാനേജ്മെൻറ്റ് സിദ്ധാന്തം പറയുന്നതനുസരിച്ച് 21 ദിവസം നമ്മൾ തുടർച്ചയായി ഒരു കാര്യം കാണുകയോ കേൾക്കുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്താൽ അത് പിന്നെ നമ്മുടെ ചിന്തയുടെ ഭാഗമായി നിൽക്കും. പിന്നെ അത് തേടാൻ നമുക്ക് ആവേശമുണ്ടാകും. ഇതുതന്നെയാണ് പുതിയ തലമുറ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മുട്ടായിയുടെ രൂപത്തിൽ, മധുര പലഹാരങ്ങളുടെ രൂപത്തിൽ, വളരെ ചെറിയ രൂപത്തിൽ ലഹരി പദാർത്ഥങ്ങൾ കയ്യെത്തും ദൂരത്ത് കിട്ടുന്നു എന്നുള്ളതാണ് ലഹരി ഉപയോഗത്തിൻ്റെ ഒന്നാമത്തെ പാഠം. വളരെ അടുത്തത് കിട്ടുന്നു, സുരക്ഷിതമായി ഇത് കിട്ടുന്നു, മറ്റൊരാൾ അറിയാതെ സുരക്ഷിതമായി നമ്മുടെ കയ്യിൽ കിട്ടുന്നു. ഉപയോഗിക്കുമ്പോൾ കുറച്ച് സമയത്തേക്കൊരു ഉന്മാദമുണ്ടാകുന്നതായി തോന്നുന്നു. അപ്പോൾ അത് നിരന്തരം ഉപയോഗിക്കാൻ ഒരു മനസ്സ് അതിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിൻ്റെ മാന്ത്രിക ചെപ്പ് അതിലേക്ക് തുറക്കും. കുറഞ്ഞ ദിവസങ്ങൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ അത് ഉപയോഗിച്ചാലും പ്രതിസന്ധി, ഉപയോഗിച്ചില്ലെങ്കിലും പ്രതിസന്ധി. ഇങ്ങനെ പ്രതിസന്ധിയുള്ളൊരു വസ്തു ഒരുപക്ഷെ ഭൂമിയിൽ കാണില്ല. ഉപയോഗിച്ചാലുള്ള പ്രതിസന്ധി തലച്ചോറിനെയും ഹൃദയത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ശരീരത്തെയും അത് കാർന്നു തിന്നും, അത് രോഗങ്ങളിലേക്ക് കൊണ്ടുപോകും. ഉപയോഗിച്ചില്ലെങ്കിലുള്ള കുഴപ്പം ഭയങ്കരമായ മാനസിക സംഘർഷത്തിലേക്ക്, അത് കിട്ടാനുള്ള ത്വരയിലേക്ക് പോയി മാനസിക സംഘർഷത്തിലേക്ക് പോകും. മാഡ്നസ് വരും. അപ്പോൾ ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നതിന് തോന്നി ആത്മഹത്യയിലേക്ക് വരെ പോകാം. അപ്പോൾ ഉപയോഗിച്ചാലും കുഴപ്പം, ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പം. ഇതെല്ലാം നമുക്ക് നേടിത്തരുന്നത് നമ്മുടെ മനസ്സെന്ന മാന്ത്രിക ചെപ്പാണ്. മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പവും ദൗർബല്യവും പരിമിതിയും എന്നാൽ സാധ്യതയുമാണത്. ചുറ്റുമുള്ള കാര്യങ്ങളെ ഉപയോഗിച്ച് പെട്ടെന്ന് നമ്മുടെ മനസ്സ് കണ്ടീഷൻ ചെയ്യും. കണ്ടീഷൻ ചെയ്യുന്നതിനനുസരിച്ച് ശരീരവും അതിനനുസരിച്ച് കണ്ടീഷൻ ചെയ്യും. മനസ്സ് കണ്ടീഷൻ ചെയ്യുന്നതനുസരിച്ച് ശരീരവും കണ്ടീഷൻ ചെയ്യും. ഞാൻ ഇങ്ങനെ കാല് വച്ചിരുന്നു, ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഒരു സുഖം തന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാല് വച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ എൻ്റെ ശരീരവും, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ശരീരവും കാല് മടങ്ങി, മുട്ടുമടങ്ങി, ഈ കാല് ഒരു കാലിൻ്റെ പുറത്ത് വെച്ച് ഞാൻ ഇരിക്കുകയാണ്. ഈ സുഖം, ഇതെനിക്കൊരു സുഖമാണ് തരുന്നതെങ്കിൽ ഈ സുഖത്തിലേക്ക് എൻ്റെ ശരീരവും കണ്ടീഷൻ ചെയ്യും. അപ്പം ഞാൻ മാനസികമായി എടുക്കുന്ന, ബൗദ്ധികമായി ബുദ്ധിപരമായി എടുക്കുന്ന ഒരു തീരുമാനം കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് കാല് ഇങ്ങനെ കയറ്റി വെക്കാം, അതാണ് കൂടുതൽ സുഖം എന്ന് തോന്നിയ ഒരു തീരുമാനമാണ്, നൈമിഷികമായി എടുത്തൊരു തീരുമാനം. അതിൽ വളരെ പെട്ടെന്ന് തന്നെ ശരീരം അക്കോമഡേറ്റ് ചെയ്യും. അങ്ങനെ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് എനിക്കൊരു അസ്വസ്ഥത വരും. കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത വന്നതായിട്ട് ശരീരത്തിനത് കംഫർട്ട് അല്ലെങ്കിൽ പിന്നെ അതൊരു അസ്വസ്ഥത കാണിക്കുകയും ഞാൻ കാല് മാറ്റി വെച്ച് മറ്റൊരു രൂപത്തിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോഴും ഞാൻ വേറൊരു തരത്തിലേക്ക് കണ്ടീഷൻ ചെയ്യപ്പെടും. അപ്പോൾ മനുഷ്യൻ്റെ
ഏറ്റവും വലിയ ദൗർബല്യം ഈ കണ്ടീഷനിങ്ങിൽ വീണു പോകുന്നു എന്നുള്ളതാണ്. ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിൽ നമ്മൾ വീണു പോകുമ്പോഴാണ് ചുറ്റുമുള്ളതാകട്ടെ കാമവും ക്രോധവും ലോഭവും മദ്യവും മദിരാശിയും പണവും അധികാരവും അഴിമതിയും ഒക്കെ ചുറ്റും കാണുകയും ചെയ്യുന്നു. ഇത് നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിലെ തൊട്ടടുത്ത് മദ്യം കിട്ടുന്നു, കയ്യെത്തും ദൂരത്ത് മദ്യം കിട്ടുന്നു, കയ്യെത്തും ദൂരത്ത് ലഹരി പദാർത്ഥം കിട്ടുന്നു, കയ്യെത്തും ദൂരത്ത് കഴിച്ചുകൂടാത്ത ശരീരത്തിന് കഴിച്ചാൽ ദോഷമുണ്ട്, ഒരുപാട് കഴിച്ചാൽ ദോഷമുണ്ടെന്ന് പറയുന്ന ഫുഡ് കിട്ടുന്നു. എന്നാലും സുലഭമായി കിട്ടുന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മനസ്സത് അതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ മനസ്സിൻ്റെ മറ്റൊരു പ്രധാന കാര്യം ശരി തെറ്റുകൾ. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരി തെറ്റുകൾ ചിന്തിച്ചിട്ടല്ല മനുഷ്യൻ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. എന്നാൽ നേടിയ അറിവുകളും ലഭിക്കുന്ന വിവരങ്ങളും എല്ലാം വെച്ചുകൊണ്ട് മനുഷ്യന് വിവേചനപരമായി ചിന്തിക്കുകയും ചെയ്യാം. അങ്ങനെ വിവേചനപരമായി ചിന്തിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു ബോധം, നമുക്ക് കൃത്യമായ ഒരു അറിവ് ഉണ്ടായിരിക്കണം. നൈമിഷികമാണ് ജീവിതം. പക്ഷേ ആ നൈമിഷികമായ ജീവിതത്തെ രോഗാതുരതയിലേക്ക് കൊണ്ടുപോകാനും അസുഖങ്ങളിലേക്ക് വലിച്ചഴിക്കാനും തനിക്കും തൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും ബാധ്യതയാക്കി മാറ്റുവാനും ഒക്കെ കഴിയുന്ന നിലയിലേക്ക് പോകാതിരിക്കാൻ എങ്ങനെ മനസ്സിനെ നമുക്ക് സമതുലിതമായി കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഭാരതത്തിൻ്റെ ആത്മീയത തുടങ്ങുന്നത്. ഭൗതിക ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ ചെയ്താലും അത് നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ മനസ്സാണെങ്കിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ബോധമനസ്സും ഉപബോധ മനസ്സും അബോധ മനസ്സും അവബോധ മനസ്സും ഇങ്ങനെ പലതരത്തിൽ മനസ്സുണ്ടെങ്കിലും മനസ്സിനെ രണ്ടായി കാണാൻ നമുക്ക് കഴിയണം എന്നാണ് ഭാരതത്തിലെ യോഗാശാസ്ത്രവും സംവിധാനവുമൊക്കെ പറയുന്നത്. നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് മാറി നിന്ന് കാണാൻ കഴിയണം. ഒരു വശത്ത് കാര്യങ്ങൾ നടക്കണം, അതൊരു മനസ്സാണ്. മാറി നിന്ന് കാണുന്ന സാക്ഷിയാകുന്ന ഒരു മനസ്സുമുണ്ട്. ഇങ്ങനെ മനസ്സിനെ തന്നെ നമുക്ക് പകുത്തെടുക്കാൻ കഴിയുമോ? ഞാൻ ചെയ്യുന്ന തെറ്റ്, ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഞാൻ കണ്ട കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതിലെ ശരി തെറ്റുകൾ എത്രയാണ്, നന്മ തിന്മ എത്രയാണ്, മേന്മയും കുറവും എന്താണ് എന്ന് വേർതിരിച്ചറിയാനുള്ള ഒരു സാക്ഷി, മറ്റൊരു സാക്ഷി, ഒരു കോടതിക്കൂട് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ വിധി പറയുന്ന ന്യായാധിപനോ വാദിയോ പ്രതിയോ എന്നതിനപ്പുറം ഞാൻ തന്നെയാണ് പലപ്പോഴും പ്രതിയാകുന്നത്, ഞാൻ തന്നെയാണ് ചിലപ്പോൾ വാദിയാകുന്നത്, ഞാൻ തന്നെയാണ് ചിലപ്പോൾ ന്യായാധിപനുമാകുന്നത്. അങ്ങനെ വാദിയും പ്രതിയും ന്യായാധിപനുമാകുന്ന ഒരു മനസ്സിൻ്റെ വിവിധ ഘട്ടങ്ങളെ നമുക്ക് മനുഷ്യർക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? ആ ന്യായം വിധിക്കുന്നിടത്ത് വാദിയും പ്രതിയും മനസ്സായി നിൽക്കുമ്പോൾ, തെറ്റ് ചെയ്ത ആളും തെറ്റ് ചെയ്തെന്ന് ചൂണ്ടിക്കാണിച്ച ആളും അല്ലെങ്കിൽ തെറ്റിന് ഇടയായ ആളും ഒക്കെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ന്യായാധിപൻ്റെ റോളിലേക്ക് മനസ്സിനെ സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് കഴിയുമോ എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. പക്ഷേ ഭൗതിക ജീവിതത്തിൻ്റെ രമിക്കലിൽ നമ്മൾ ഓടുമ്പോൾ, ഭൗതിക ജീവിതം നമുക്ക് വല്ലാതെ കാര്യങ്ങൾ നൽകുമ്പോൾ, അതിൻ്റെ നൈമിഷികമായ സുഖങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് മധുരത്തിൻ്റെയും പുളിപ്പിൻ്റെയും ലഹരിയുടെയും വിവിധ രൂപത്തിൽ നമുക്കിങ്ങനെ വളരെ നൈമിഷികമായ സുഖം തന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യർ അതിലേക്ക് തന്നെ ഹോണ്ട് ചെയ്യപ്പെടും തൻ്റെ മനസ്സുകൊണ്ട്. അങ്ങനെ പോയി അതൊരു ഘട്ടം കഴിയുമ്പോൾ അതിൽ നിന്ന് മാറാൻ കഴിയാത്ത രീതിയിലേക്ക് മനസ്സ് അതിലേക്ക് അഡിക്റ്റ് ആവുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അത് ഏതിലേക്കാണ് നമ്മൾ അഡിക്റ്റ് ആവുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ നന്മയും തിന്മയും ഒക്കെ വരുന്നത്. പക്ഷെ അവിടെ മനസ്സിനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകണം. അഡിക്റ്റ് ആവലല്ല ഈ സാക്ഷ്യപ്പെടലെന്ന് പറയുന്നത്. മനസ്സിൻ്റെ ഈ സാക്ഷി അല്ലെങ്കിൽ മനസാക്ഷി എന്ന് പറയുന്ന അതൊക്കെയാണോ നമുക്കറിയില്ല. മനസാക്ഷി എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ പറയും, നമുക്ക് മനസ്സാക്ഷി വേണം, മനസ്സാക്ഷി കൊണ്ട് കാണണം എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിക്കൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നതിൻ്റെ ശരി തെറ്റുകൾ മനസ്സാക്ഷിയോട് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിനോട് ചോദിക്കൂ എന്നല്ലല്ലോ. മനസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ മനസാക്ഷിയോട് ചോദിക്കണമെങ്കിൽ മനസാക്ഷി എന്ന് പറയുന്ന ഒരാൾ കൂടി മനസ്സിൽ ഉണ്ടാകണം. ആരാണ് ഈ മനസാക്ഷി? മനസ്സിന് സാക്ഷ്യം നിൽക്കുന്നത് ആരാണ്? സാക്ഷ്യം പറയുന്നത് ആരാണ്? മനസ്സിന് സാക്ഷ്യം പറയുന്നത്, മനസ്സിൽ സാക്ഷ്യമായി നിൽക്കേണ്ടത് സത്യവും നീതിയും ന്യായവും കരുണയും സഹകരണവും സഹാനുഭൂതിയും തുടങ്ങിയിട്ടുള്ള മനുഷ്യൻ്റെ നന്മയ്ക്കാവശ്യമുള്ള നിരവധി ഘടകങ്ങളാണ് മനുഷ്യൻ്റെ മനസ്സിൽ സാക്ഷ്യം നിൽക്കേണ്ടത്.
ആ സാക്ഷ്യം നിൽക്കുന്ന മനസ്സിൻ്റെ സാക്ഷ്യം നേരത്തെ നിർത്തിയിരിക്കുന്ന സാക്ഷ്യത്തിനനുസരിച്ച് മനസ്സ് പ്രവർത്തിച്ചോ എന്ന് ചോദിക്കാൻ അനുനിമിഷം ഓരോ നിമിഷവും മനുഷ്യന് ചോദിക്കാൻ കഴിഞ്ഞാൽ അവന് നന്മയിലേക്ക് പോകാൻ കഴിയും. അങ്ങനെ മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു സാക്ഷ്യപ്പെടൽ ഒരിടത്ത് നിർത്തിയിരിക്കുമ്പോൾ, അങ്ങനെ മനസ്സിനെ സാക്ഷ്യപ്പെടുത്തി നിർത്തിയിരിക്കുമ്പോൾ, ഇപ്പുറത്ത് ഒരു മനസ്സിൽ ഇത് നടക്കുമ്പോൾ, ഒരു മനസ്സുകൊണ്ട് ഇത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതിൻ്റെ അടുത്ത പകുതി മറ്റേ പകുതി തീർച്ചയായിട്ടും സാക്ഷിയുടെ രൂപത്തിൽ മനസ്സിൽ നിൽക്കണം എന്നാണ്. അത് സാധ്യമാണ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിനാണ് കുറച്ച് യോഗയും സാധനയും പിന്നെ അതുപോലെ തന്നെ ആരാധനയും പ്രാർത്ഥനയും പിന്നെ പ്രാണായാമവും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ ഇത് സാധ്യമാക്കാം. ഇതൊക്കെ പറ്റും എന്നാണ് അത് ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ പറയുന്നത്. ആചാര്യന്മാരായാലും ഗുരുക്കന്മാരുമൊക്കെ ശ്രമിക്കുന്നതും അതിലൂടെയാണ്. ഞാൻ ആര് എന്ന് ബോധ്യപ്പെടുത്താനും നീ ആര് എന്ന് ബോധ്യപ്പെടുത്താനും നമ്മളാരെന്ന് ബോധ്യപ്പെടുത്താനും ഞങ്ങളാരെന്ന് ബോധ്യപ്പെടുത്തലിൻ്റെ ഒരു സാക്ഷ്യപ്പെടലാണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബോധ്യത്തിൽ അത് കേവലം ശരീരമോ മനസ്സോ ജീവനോ ജീവാത്മാവോ പരമാത്മാവോ അങ്ങനെയുള്ള സംജ്ഞകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ബോധ്യം, ഒരു ഇൻ്റലക്റ്റ് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു സാക്ഷ്യപ്പെടുത്തൽ ഉണ്ട്. ആ സാക്ഷ്യപ്പെടുത്തലിനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ എല്ലാ മനുഷ്യരിലും ഉണ്ടത്. അതായത് ഒരു രസകരമായ കാര്യം, എല്ലാവരിലും ഈ സാക്ഷ്യപ്പെടുത്തൽ ഈ സാക്ഷി ഉണ്ട്. അപ്പോൾ പക്ഷെ അതിനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ നമ്മൾ കഴിയുമോ എന്നുള്ളതാണ് ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടികളെയാണോ പഠിപ്പിച്ചെടുക്കേണ്ടത്, രക്ഷാകർത്താക്കളെയാണോ പഠിപ്പിച്ചെടുക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. രണ്ടു പേരെയും വേർഡോട് നമുക്ക് സംവേദിക്കേണ്ടി വരും. കാരണം രക്ഷാകർത്താക്കളുടെ ശിക്ഷണത്തിലാണ് ആദ്യകാലങ്ങളിലെങ്കിലും കുഞ്ഞുങ്ങൾ വളരുന്നത്. ഒന്നും അറിയാതെ ഭൂമിയിലേക്ക് വന്ന് കാണുകയും കേൾക്കുകയും രുചിക്കുകയും പിന്നെ അതുപോലെ തന്നെ മണക്കുകയും സ്പർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുതിർന്നവരിൽ നിന്നാണ് ആദ്യമേ കാര്യങ്ങൾ പഠിക്കുന്നത്. അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, മറ്റ് ബന്ധുമിത്രാദികളിൽ നിന്ന്, പിന്നെ ഗുരുക്കന്മാരിൽ നിന്ന്, തനിക്ക് ചുറ്റുമുള്ള ഈ വസ്തുക്കളിൽ നിന്നാണ് ഓരോരുത്തരും കണ്ടീഷൻ ചെയ്യപ്പെടുന്നത്. അങ്ങനെ കണ്ടീഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ പോലെ മനസ്സിൻ്റെ ഒരു മെൻ്റൽ കണ്ടീഷനിങ് ഉണ്ട്, ഒരു മനസ്സിനെ പരുവപ്പെടുത്തലുണ്ട്. അങ്ങനെ പരുവപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ ഏത് രൂപത്തിലാണിത് പരുവപ്പെടുന്നത് എന്നുള്ളതാണ്, എങ്ങനെയാണ് ഈ മൈൻഡ് കണ്ടീഷൻ ചെയ്യപ്പെടുന്നത് എന്നനുസരിച്ചാണ് ഇതിൻ്റെ കൺട്രോൾ വരുന്നതും റിസൾട്ട് വരുന്നതും. അത് ഭൗതിക ജീവിതത്തിലും അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഉപ്പുമാവോ ബെറോട്ടയോ ദോശയോ അപ്പമോ ഏതെങ്കിലും ഒരു പലഹാരം, പുട്ടോ ഇടിയപ്പോ എന്തോ ആയിക്കോട്ടെ, ഒരു പലഹാരമോ അല്ലെങ്കിൽ മീനോ മത്സ്യമോ ചിക്കനോ എന്തെങ്കിലും ഒരു വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കാനാണെങ്കിൽ കറക്റ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ, കൃത്യമായത് കണ്ടീഷൻ ചെയ്തതല്ലെങ്കിൽ, കൃത്യമായൊരു വ്യവസ്ഥയിലല്ല ഈ കാര്യങ്ങൾ നിൽക്കുന്നതെങ്കിൽ രുചികേടുണ്ടാകും, സ്വാഭാവികമാണത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിന് ഒരു കണ്ടീഷനിങ്, ഒരു രൂപപ്പെടുത്തൽ വളരെ പ്രധാനമാണ്. ഇത് പലപ്പോഴും നടക്കുന്നത് ബാഡ് കണ്ടീഷനിങ് ആകുമ്പോഴാണ് കുട്ടികളൊക്കെ വളരെ വലിയ തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ തെറ്റുകളിലേക്ക് പോകുന്ന പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തെറ്റിലേക്ക് പോകുന്നു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇന്നലത്തേക്കാൾ മെച്ചം തന്നെയാണെന്ന്, ഇന്നലകളിൽ അനുഭവിച്ചതിനേക്കാൾ സുഖം അനുഭവിക്കാൻ സാഹചര്യമുണ്ട് ഭൂമിയിൽ, ലോകത്ത്. ഇന്നലകളിൽ അനുഭവിച്ചതിനേക്കാൾ ബുദ്ധി ഇന്ന് അനുഭവിക്കുന്നു, ഇന്നലകളിൽ പ്രയോജനത്തിനേക്കാൾ ബുദ്ധി നമ്മൾ പ്രയോഗിക്കുന്നു. അതുകൊണ്ട് ഇന്ന് മോശമാണ് എന്നൊരു അഭിപ്രായമില്ല. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെടുത്താലും അമേരിക്ക എടുത്താലും ഇന്ത്യ എടുത്താലും എല്ലാ സ്ഥലത്തും മനുഷ്യൻ ഈ ഭൗതികമായ നേട്ടങ്ങളുടെ പിന്നാലെ വല്ലാതെ രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ തലമുറയൊക്കെ അതിനുവേണ്ടി മാത്രം ഓടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ശരി തെറ്റുകൾ പിന്നെ ഇല്ല. അവിടെ എല്ലാം ശരിയാണ് ചെയ്യുന്നതെന്ന് തോന്നും. ചിലത് ചെയ്യാതിരിക്കലാണ് ശരി, എല്ലാം ചെയ്യുന്നതല്ല ശരി. എന്നെ ഒരാൾ തെറി പറഞ്ഞാൽ എനിക്ക് തെറി പറയാൻ ന്യായമായ അവകാശമുണ്ട്, തീർച്ചയായിട്ടും അവകാശമുണ്ട്. എന്നെ പറഞ്ഞല്ലോ തെറി. പക്ഷേ ചില ഘട്ടങ്ങളിൽ പറയാതിരിക്കലാണ് ശരി. നിങ്ങളെന്നെ തെറി പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ള, നിങ്ങളെക്കാൾ ഭാഷാ പ്രാവീണ്യമുള്ള എനിക്ക്, അല്ലെങ്കിൽ ഞാനൊരാളിനെ തെറി പറഞ്ഞപ്പോൾ എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ള, എന്നേക്കാൾ ഭാഷാ പ്രാവീണ്യമുള്ള, എന്നേക്കാൾ ജീവിതാനുഭവമുള്ള, എന്നേക്കാൾ പ്രായമുള്ള മറ്റൊരാളിന്, ഞാൻ തെറി പറയുന്ന ആളിന് എന്നേക്കാൾ ഭാഷാപരമായി ഏറ്റവും കൂടുതൽ തെറി അറിയാവുന്ന ആളായിരിക്കും. പക്ഷേ അത് അദ്ദേഹം പറയാതിരിക്കുമ്പോഴാണ് അദ്ദേഹം കൂടുതൽ ശരിയാവുന്നത്.
അത് അദ്ദേഹത്തിൻ്റെ ദൗർബല്യമല്ല, എൻ്റെയുമല്ല. അപ്പോൾ ചിലയിടത്ത് പറയാതിരിക്കലാണ് മനസ്സിൻ്റെ, എല്ലായിടത്തും പ്രതികരിക്കലല്ല. ചിലയിടത്ത് ചെയ്യാതിരിക്കലാണ്, ചിലയിടത്ത് പറയാതിരിക്കലാണ്, ചിലയിടത്ത് മറക്കലാണ്, മറ്റു ചിലയിടത്ത് അവോയ്ഡ് ചെയ്യലാണ്, ഒഴിവാക്കലാണ്. അതാണ് മനസ്സിൻ്റെ മാന്ത്രികത്വത്തിലേക്ക് നാം തിരിച്ചു പിടിക്കേണ്ടത്. എല്ലായിടത്തും പ്രതികാരം ചെയ്യലല്ല, ചില സ്ഥലങ്ങളിൽ പ്രതികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലാണ്, മാറിപ്പോകലാണ് ശരി. അപ്പോൾ ഈ ശരി തെറ്റുകളെ തിരിച്ചറിയാതെ കേവലമായ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി മനുഷ്യർ ഓടുമ്പോഴാണ്, പ്രത്യേകിച്ച് പുതിയ തലമുറ ഓടുമ്പോഴാണ് വല്ലാത്ത തെറ്റുകളിൽ ചെന്ന് വീഴുന്നത്. എന്ത് ചെയ്തിട്ടും നമുക്കൊരു റീലുണ്ടാക്കിയാൽ കാശുണ്ടാക്കാം എന്നുള്ള തോന്നലുകളിലേക്ക് വരുന്നു. ഏത് സ്ത്രീയുടെയും ശരീരത്തെ നമുക്ക് വികലമായി അവതരിപ്പിച്ച് കാശുണ്ടാക്കാം, ലൈംഗികതയുടെ ഏതറ്റം വരെയും നമുക്ക് പോകാം. ഇങ്ങനെ തുടങ്ങി എന്തിനേയും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന, നമുക്ക് പണം തരുമെങ്കിൽ ചൂതാട്ടവും ചെയ്യാം, പണം കിട്ടുമെങ്കിൽ ഏത് മോശം വീഡിയോയിൽ അഭിനയിക്കാം സ്ത്രീകളെ സംബന്ധിച്ച്. അങ്ങനെ എന്തും ചെയ്തും നമുക്ക് പണമുണ്ടാക്കി ആ പണത്തിലൂടെ സുഖസൗകര്യങ്ങൾ തേടി പോകാം എന്ന് ചിന്തിക്കുന്ന മനസ്സിൻ്റെ ഒരു വല്ലാത്ത വികലമായ ചിന്തയുണ്ട്. അത് വളരെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടാൻ, മനസ്സിലാക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ മനസ്സിൻ്റെ ഒരു സാക്ഷ്യപ്പെടലുണ്ട്. മനസ്സിന് രണ്ട് ഭാഗമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ബോധം, ഉപബോധം, അവബോധം. അത് വേറൊരു ക്ലാസിഫിക്കേഷനാണ്. ഈ സാക്ഷ്യപ്പെടൽ, മനസ്സിൻ്റെ സാക്ഷ്യപ്പെടൽ, ഒരു അനുഭവവേദ്യമാകുന്ന രംഗം നമുക്കുണ്ട്. അവിടെ ശരി തെറ്റുകൾ നമുക്ക് വിലയിരുത്തിയേ കഴിയൂ. അങ്ങനെ വിലയിരുത്തി പോകുമ്പോഴാണ് മനുഷ്യന് നന്മയും തിന്മയും ഉണ്ടാകുന്നത്. നമ്മളെല്ലാവരും ശരിയിലേക്ക് പോകണം, തെറ്റ് ചെയ്യണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും കൃത്യമായി ശരിയിലേക്ക് പോകണം, നന്മയിലേക്ക് പോകണം എന്ന് തന്നെയാണ്, ആനന്ദത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ആനന്ദം ഏതു തരം ആനന്ദം എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. ഭൗതികമായ ആവശ്യങ്ങൾ നേടുന്നതാണോ ആനന്ദം, അതോ അതിനപ്പുറമുള്ള ഒരു ഉന്മ നേടുന്നതാണോ? ഈ ഭൗതികമായി നേടുന്നതാണെങ്കിൽ അത് ശാശ്വതമായി നിൽക്കുമോ? ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് എല്ലാ കാലവും എൻ്റെ കയ്യിൽ കാണുമോ? ഞാൻ എത്ര തന്നെ പ്രയത്നിച്ചാലും, എത്ര തന്നെ ബഹളം കാണിച്ചാലും എല്ലാ കാലവും അത് എന്നോടൊപ്പം ഉണ്ടാകുമോ? അല്ലെങ്കിൽ തലമുറകളോടൊപ്പം ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആനന്ദം എവിടെ നിന്നാണ് കിട്ടുക? അത് നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ആനന്ദം നഷ്ടമാകില്ലേ? അപ്പോൾ ശാശ്വതമായ ആനന്ദം ശരീരത്തിൻ്റെയാണോ, ഭൗതികമാണോ, മനസ്സിൻ്റെയാണോ, ആത്മീയമാണോ എന്നൊരു ചോദ്യവും നമ്മെ വല്ലാതെ കുഴയ്ക്കും. അപ്പോൾ ഇത് വളരെ ഗൗരവതരമായ ഒരു ചിന്തയാണ് മനസ്സിൻ്റെ. അപ്പോൾ മനസ്സിൻ്റെ മാന്ത്രിക ചെപ്പിൽ നമ്മൾ തുറക്കുമ്പോൾ ഓരോ മനുഷ്യർക്കും അനുഭവവേദ്യമാകുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങളും പ്രശ്നങ്ങളുമാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരാകുന്നത്. അങ്ങനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ കുട്ടികളിൽ, വളരെ ചെറിയ കുട്ടികളിൽ പോലും ഒരു അപകർഷതാബോധവും ചെറിയ കാര്യങ്ങളെപ്പോലും അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുണ്ട്. ഞാനിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ബന്ധുവിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഒരു കോളേജിൽ, തമിഴ്നാട്ടിലെ ഒരു കോളേജിൽ പഠിക്കുകയും, അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയും, അവിടെ വെച്ച് ചെറിയ പ്രശ്നം, ഒരു മൊബൈൽ ഫോൺ ക്ലാസ്സിൽ കൊണ്ടുപോയ ഒരു ചെറിയ പ്രശ്നത്തിൽ കോളേജിൽ നിന്ന് 1-2 പരീക്ഷയിൽ നിന്ന് ഡീബാർ ചെയ്ത് നിർത്തി. അവർ കർശനമായി കോളേജുകാർ ആ ഒറ്റ കാര്യം കൊണ്ട് ആ നോട്ടീസ് കിട്ടിയ നിമിഷം 15ാം നിലയിൽ നിന്ന് ചാടി കുഞ്ഞ്, ഹോസ്റ്റലിൽ നിന്ന് ചാടി കുഞ്ഞ് മരിച്ചു. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തിരുവനന്തപുരത്താണ് ബോഡി കൊണ്ടുവരുന്നത്. വളരെ നൈമിഷികമായ ഒരു തീരുമാനമെടുക്കാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഞാൻ ഈ പറഞ്ഞ പോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മുതൽ, സോഷ്യൽ മീഡിയയിലെ റീൽസുകൾ മുതൽ, ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്തത് വരെയുള്ള ഓരോ ഘട്ടവും എടുക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഓരോ തലങ്ങളിലുള്ള വികലതകളിലേക്ക് മനുഷ്യൻ ഓടുകയാണ്. അവിടെ മനുഷ്യന് കിട്ടേണ്ട ഒരു ഊർജം എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു ബോധത്തിൻ്റെ ഊർജമാണ്. ആ ബോധത്തിൻ്റെ ഊർജം കേവലമായ ഈ നൈമിഷികമായി എടുക്കുന്ന തീരുമാനങ്ങളുടെ ഫലമായി നൈമിഷികമായ താൽക്കാലികമായ സാമ്പത്തികമുണ്ടാക്കലോ വളരെ താൽക്കാലികമായ പണം സമ്പാദനമോ മാത്രമല്ലെന്നും, താൽക്കാലികമായ നൈമിഷികമായ തീരുമാനങ്ങളെടുത്ത് ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ലെന്നുമുള്ള ഒരു വലിയ തത്വം ജീവിതത്തിൽ നാം പഠിക്കേണ്ടതുണ്ട്. ഇത് വളരെ പ്രതീക്ഷയോടുകൂടി ഒരു വളരെ പ്രമുഖമായ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ അയക്കുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി മക്കൾ പഠിക്കുന്നു. വളരെ ചെറിയ ഒരു വിഷയത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു.
ഇതെല്ലാം ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മനസ്സിൻ്റെ ജാലവിദ്യകളാണ് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാം എന്നാണ് ഭാരതം നമുക്ക് പകർന്നു തരുന്ന ആത്മീയത. അതിലേക്ക് എല്ലാവരും ചിന്തിക്കുകയും അതിലൂടെ കൂടുതൽ ശാശ്വതമായ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ്റെ ജന്മം കൂടുതൽ സാർത്ഥകമാകുന്നത്.